നെടുമങ്ങാട്ട് 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകത്തിൽ വിറങ്ങലിച്ച് കേരളം. പിഞ്ചു ശരീരത്തിൽ 51 മുറിവുകളെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞ് കരഞ്ഞപ്പോൾ തല ഭിത്തിയിലിടിപ്പിച്ച് കൊന്നെന്ന് പ്രതി അഷ്കർ കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ്. ദേഹത്തെ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളലേൽപ്പിച്ചു. ഭിത്തിയിലടിച്ച് കൊന്നതവൻ സമ്മതിച്ചു എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ അത് മാത്രമല്ല, കുറെ ആൾക്കാർ അറിയാത്ത കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരു അയൽക്കാരൻ കണ്ട ഒരു കാര്യമാണ്, അയൽക്കാരനല്ല അളിയന. അതായത് ഈ കുഞ്ഞിനെ ഭിത്തിയിൽ അടിച്ചു കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് മരിച്ചല്ലോ, അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് ചോറ് വാരി കൊടുത്തവനാ. ചോറ് വാരി കൊടുത്തപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവന്റെ ക്രിമിനൽ ബുദ്ധി എന്താണെന്നുള്ള രീതിയിലാണ്. ആ കുഞ്ഞിനെ മലത്തി കിടത്തിയിട്ട് ചോറ് വാരി കൊടുക്കുന്നത് തന്തയ്ക്ക് പിറക്കാത്തവനാണ്. തന്തയ്ക്ക് പിറക്കാത്തവൻ തന്നെ അവനൊക്കെ എടുത്തെടുത്ത് നമ്മൾ പറയണം. അവനൊക്കെ കൈ കിട്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പറ, കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയും. ഇവനൊക്കെ കൈ കിട്ടി എന്ത് ചെയ്യും? ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി മറുപടി ഒരു വോയിസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ അരിയും. ഞാൻ ഒരു കാര്യം പറയാല്ല, എൻ്റെ കൈ കിട്ടി എനിക്ക് എൻ്റെ കിട്ടിയാൽ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. വലിച്ചു കീറും ഞാൻ ഇവറ്റകളെയൊക്കെ. കാരണം ഇവരൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത് സത്യം പറയാലോ, ഇവനെ പോലുള്ളവനെയൊക്കെ തീർത്ത പുണ്യാണ്. നമ്മളെന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പോകും. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. അത്രയ്ക്ക് ദണ്ണത്തോടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. ആ കുഞ്ഞ് മരിച്ച് കിടന്നിട്ട് ആ ബോഡി മലത്തി വെച്ചിട്ട് അവൻ ആഹാരം കൊടുക്കുമ്പോൾ അവൻ്റെ മൈൻഡ് എന്താന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ്റെ മൈൻഡ് എന്താന്ന്? ഇതുപോലുള്ള ഒരുത്തന്മാരെയൊക്കെ എന്ത് ചെയ്യണം? ഇതുപോലുള്ളവന്മാരെയൊക്കെ എന്ത് ചെയ്യണം? ഞാനത് ആലോചിച്ച് നോക്കുന്നത്. വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ച അഷ്കറിനെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തു. 1.5 വയസ്സ് മാത്രമുള്ള പിഞ്ചു കുഞ്ഞ് നേരിട്ടത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരത. കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ 51 മുറിവുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതിന്റെ പാടുകളും ജനനേന്ദ്രിയത്തിൽ തൊലിപോയ ആഴത്തിലുള്ള മുറിവും. കൊടും ക്രൂരനായ അഷ്കർ എന്ന കൊലയാളി ചോറ് കൊടുക്കുമ്പോൾ കുഞ്ഞ് കരഞ്ഞതിന് തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. കാലിന്റെ വെള്ളയിൽ ലൈറ്റർ വെച്ച് പലവട്ടം പൊള്ളിച്ചു. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതവും ആന്തരികാവയവങ്ങളിലുണ്ടായ രക്തസ്രാവവുമാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണം. കുഞ്ഞിനെ പൊള്ളിച്ച ലൈറ്റർ വീട്ടിൽ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ കണ്ടെടുത്തു. തെളിവെടുപ്പിനെത്തിച്ച പ്രതിയെ നാട്ടുകാർ കൈകാര്യം ചെയ്തു. നാട്ടുകാരെ ഒരുപാട് ആൾക്കാർ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നാട്ടുകാർ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നാട്ടുകാർ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു പയ്യനെ അങ്ങോട്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അതെല്ലാം നേരത്തെ ഇവനെ കൊല്ലാനുള്ള പ്ലാനും കാര്യങ്ങളുമായിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന നാട്ടിലെ ഒരു പയ്യൻ്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടിരുന്ന തെരുവിളിയും കാര്യങ്ങളൊക്കെ നാട്ടുകാരെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഈ സംഭവിക്കുന്നത്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചു ഇങ്ങനെയൊക്കെ ഒരു കാര്യം നടക്കുന്നു. അതുപോലെ അവർ എന്തൊക്കെയോ കരുതി കൂട്ടി. ഓക്കെ, ഇനി അവരെ പഠിച്ചിട്ട് കാര്യമില്ല. ഇനി അഖില് ഇവിടെ ആദ്യ ഭർത്താവ് കുഞ്ഞു 3 മാസമായിരിക്കുന്ന സമയത്ത് അവൻ്റെ ജീവൻ കൊണ്ട് കളഞ്ഞു. അതും ഇവിടെ തോന്നിവാസ കാര്യങ്ങളും പരിപാടികളും ഒക്കെ കൊണ്ട് തന്നെ അവൻ ജീവൻ ഇത് കളഞ്ഞു. കുഞ്ഞിനെ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് 3 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് അഖില് ജീവൻ എടുക്കുന്നത്. അന്നു മുതൽ അമ്മയുടെ വീട്ടിലായിരുന്നു കുഞ്ഞ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അത് മതിയായിരുന്നു. അമ്മയുടെ കയ്യിലായിരുന്നു. പിന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോകാണ്ടായിരുന്നു തോന്നുന്നു. നേരത്തെ പരിക്കേറ്റപ്പോൾ കയ്യിലിട്ടിരുന്ന പ്ലാസ്റ്റർ വെട്ടിമാറ്റാനും തെളിവുകൾ കത്തിച്ചു നശിപ്പിക്കാനുമുള്ള ക്രിമിനൽ ബുദ്ധിയും പ്രതി കാട്ടി. വീടിന് പിന്നിൽ നിന്ന് കത്തിച്ച എക്സ്റേയും പ്ലാസ്റ്ററും പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായ അമ്മ അഖിലയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നില്ല. തെളിവെടുപ്പിനിടെ പോലീസും ജനങ്ങളും തമ്മിൽ പലവട്ടം സംഘർഷമുണ്ടായി. കൊടുക്കണം. ഈ കാര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ നല്ല രീതി ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേരള പോലീസ് കാണിക്കുന്ന തോന്നിവാസമാണ്, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ ഇരുന്ന് പറയാൻ പറ്റും. ഞാൻ ഉൾപ്പെടെ പറഞ്ഞാണ്. പക്ഷേ നിയമം വെച്ച് നോക്കുവാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കേരള പോലീസുകാർ അത്ര മണ്ടന്മാരൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വളവ് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തെ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാർക്ക് വണ്ടിയിൽ മേക്കിട്ട് പെറുക്കിയിട്ട് അവന്മാരിടിക്കും. നല്ല രീതി ഇടി കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും അവന്മാർ ജയിലിലോട്ട് വിടുന്നത്. അവിടുന്ന് കൊണ്ട് നല്ല ഇടി കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പെറുക്കിയിട്ട് അടിക്കും, ഉറപ്പാണ്. ഇനിയിപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് 6 മാസത്തിലുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ വിധിക്കണം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനിയിപ്പോൾ 1, 2, 3 വർഷമൊക്കെ അല്ലെങ്കിൽ 10 വർഷമൊക്കെ തീറ്റിപ്പൂറ്റി എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ സൂചിച്ച് ഇങ്ങനെ നിൽക്കും. നല്ല കൊഴാന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അതിനേക്കാൾ നല്ല 6 മാസം കഴിഞ്ഞിട്ട് ഇവറ്റകളൊക്കെ അങ്ങ് കയറ്റണം. ആ കുഞ്ഞ് അനുഭവിച്ചത് എന്തായാലും ആ കുഞ്ഞ് ഒരു 80 വർഷം ഇന്നത്തെ ന്യൂസിൽ കേട്ടാണ്. ഒരു 80 വർഷം ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടതാണ് ആ കൊച്ചു 1.5 വയസ്സിൽ അനുഭവിച്ചെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പറ്റുമോ? സഹിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? 4 കാലം അതായത് എഴിഞ്ഞ് നമ്മൾ പ്രതി കൊണ്ടുപോയി ആ തേരി കയറി മേളിൽ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ 2 തവണ വാണി കൊടുത്തപ്പോഴത്തേക്ക് ഈ കൊച്ചിനെ താഴെ കൊണ്ടുപോയി. 2 ഫോൺ കാണാനില്ല. നമ്മൾ അന്വേഷിച്ച പറഞ്ഞ കാലിലായിട്ട് പൊള്ളിയിരിക്കുവാണ്. ആ കൊച്ചൻ ഇപ്പം സംസാരിച്ച കൊച്ചനുണ്ടല്ലോ, അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അത് വെച്ചിട്ട് കുറേ ആൾക്കാരെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതിന് നാട്ടുകാർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം, കാരണം അത് ക്ലിയർ ആയിപ്പോട്ടെ. 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ട വീടാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ചുറ്റുമുള്ളത് ഈ നാട്ടിൽ ആക്റ്റീവായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇടപെട്ട് പോകുന്ന നാട്ടുകാരാണ് കേട്ടോ. ഞാനടക്കം ഇന്ന് എന്റെ വീഡിയോയിൽ പ്രതികരിച്ച സമയത്ത് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞ് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പീഡനങ്ങൾ അറിഞ്ഞിട്ട് അത് പ്രതികരിക്കാതിരുന്ന നാട്ടുകാർ ഈ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
നിർഭാഗ്യവശാൽ ഈ പറയുന്ന നാട്ടുകാരെല്ലാം ഓൺലൈൻ മാധ്യമങ്ങൾ വേട്ടയാടുമ്പോഴും സത്യം എന്നുള്ളത് നിങ്ങൾ അവരുടെ വായിൽ നിന്ന് അറിയണം. മീഡിയ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത്രയും വൈകാരികമായി ഇടപെട്ട നാട്ടുകാരെ കുറിച്ച് മീഡിയ വളരെ മോശമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യം ഈ വിവരം നാട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. വെറും ആശുപത്രിയിലെ 3 ദിവസത്തെ റിപ്പോർട്ട് വെച്ചാണ് നാട്ടുകാർ മീഡിയയോട് സംസാരിച്ചത്. എന്നാൽ മീഡിയ അത് റിപ്പോർട്ട് ചെയ്തത് നാട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ്. ആ ഒരു ഭാഗമായിട്ടാണ് ഇവൻ പറഞ്ഞൊരു കമന്റും, അപ്പൊ അവൻ ഈ കുട്ടിയെ പല സ്ഥലത്തോടെ വെച്ച് കണ്ടിട്ടുണ്ട്, കൈയൊടിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് അത് കൊലപാതകത്തിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലോട്ടാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റൂ. പലരും പല കുട്ടികളെയും പല സ്ഥലത്ത് വെച്ച് കൈയൊടിഞ്ഞും കരഞ്ഞും കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് ഇത് കൊല്ലാൻ വേണ്ടിയാണെന്ന് ചിന്തിക്കുക. അതുപോലെ അവനും ചിന്തിച്ചു. പക്ഷേ അവൻ പറഞ്ഞ ആ ഒരു ഭിത്തിനെ നെഗറ്റീവായിട്ട് മീഡിയ വളരെ രീതിയിൽ അതിനെ മോശമായിട്ട് ചിത്രീകരിച്ചു വന്നു. പ്രദേശം നോക്കിയാൽ മനസ്സിലാവും വളരെയധികം വിജനതയാണ്. കാരണം അവിടെ അധികം അടുത്തുള്ള വീടുകൾ വളരെ കുറവാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചാലും പുറത്തറിയുന്നത് വളരെയധികം കുറവാണ്. മാത്രമല്ല കുഞ്ഞിന് 2 കൈ ഒടിഞ്ഞിട്ട് ഈ ആശുപത്രിയുടെ പരിശോധിച്ച ഡോക്ടർക്ക് 2 കൈ പ്ലാസ്റ്ററുടെ ഡോക്ടർക്ക് ചിന്തിക്കാം കുട്ടിക്ക് വേറെ എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും മുറിവുണ്ടോ, അതൊന്നും നോക്കിയോ പരിശോധിക്കുകയോ അതിൽ സംശയം പോലും നോക്കുന്നില്ല. മാത്രമല്ല ഇത്രയും കവർ ചെയ്ത ഒരു മീഡിയയും നേരത്തെ കുട്ടിയുടെ പ്ലാസ്റ്റർ ആരാണ് ഇട്ടത്, ആ ആശുപത്രി ഏതാണെന്നോ ഏത് ഡോക്ടറാണെന്നോ അങ്ങോട്ട് പോവുകയോ അവിടത്തെ പറ്റി ഒന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് കറക്റ്റ് ഒരു പോയിന്റ് ആണ്. എന്തുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കുന്നില്ല? പിന്നെ ഒരു കാര്യം ഞാൻ തോന്നുന്നു പറയാം, ന്യൂസ് വായിക്കുന്ന കുറെ നാറികളുണ്ട്. അവന്മാരെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാതെ ഒക്കെ കയറ്റി വിടുന്നുണ്ട്. ഉള്ള കാര്യം പറയല്ല, ചുമ്മാ കിടന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ചുമ്മാ വെറുതെ ആൾക്കാരെ വെറുതെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കുറെ ന്യൂസ് പടച്ചു വിടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ സത്യാവസ്ഥ നാട്ടുകാർ പറയുന്നത് കേട്ടില്ലേ? ആ പയ്യൻ പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു പോഷൻ വെച്ചിട്ടാണ് അത് ക്യാപ്ഷന് വിട്ട് അങ്ങ് നെഗറ്റീവ് ആക്കി വിട്ട് ആൾക്കാർ അവനെ തന്തയ്ക്ക് വിളിക്കുന്നത്, നാട്ടുകാരെ കുറ്റം പറയുന്നത്. നാട്ടുകാർ ഇന്ന് ഈ അടുത്ത സമയത്ത് ഒരു കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടുകാർ ഒരു പ്രതി എടുത്തിട്ട് തല്ലുന്നത് ഞാൻ ഈ ഒരു വിഷയത്തിലാണ് കാണുന്നത്. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു പ്രശ്നം നടന്നപ്പോൾ ഒരു അമ്മ ഒരുത്തം കായൽ കെട്ടി താത്തായിരുന്നു. അവിടെയും നാട്ടുകാർ നല്ല രീതിയിൽ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്യാനാ പോലീസുകാർ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടുത്തെ അങ്ങനെയല്ല, പോലീസിനെ മറികടന്ന് പെറുക്കിയിട്ട് താങ്ങുമായിരുന്നു. അതിന് ഈ നാട്ടുകാർക്ക് കയ്യടി കൊടുത്തേ പറ്റൂ. ചെറിയൊരു സാധനം എടുത്ത് വെച്ചിട്ട് നെഗറ്റീവ് പറയാൻ കുറേ എണ്ണം നടക്കുന്നു. ആദ്യം അന്വേഷിക്കേണ്ടതാണ് കൃത്യം ആര് ചെയ്തു എന്നല്ല, കൃത്യം എന്താണ് ആ ഡോക്ടർ കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അവർക്ക് നേരെയും കൂടി വിളിച്ചുകൊണ്ടേണ്ടതാണ്. ഇവിടെ എത്ര കാര്യം വന്നാലും നമുക്കൊരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഇറങ്ങുന്ന പിന്നെ ചെറുപ്പക്കാരും ബാക്കിയുള്ള നാട്ടുകാരും എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ. ഇങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ ഇത്രയും ക്രൂരമായ രീതിയിൽ ഇങ്ങനെ ഒരു അവശനിലയിലാക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് ഈ നാട്ടുകാർ അറിഞ്ഞിരുന്നത്, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ചെറുപ്പക്കാരോ അല്ല പയ്യന്മാർ ആരെങ്കിലും അറിഞ്ഞിരുന്നു എങ്കിൽ ഇവിടെ ഇങ്ങനൊരു സംഭവമേ നടക്കാൻ അനുവദിക്കില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്ത അവനെ നമ്മൾ വെറുതെ വിടുകയില്ലായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് മീഡിയകൾ നാട്ടുകാരെ ഇതിന്റെ ഒരു ഉത്തരവാദിത്വം നാട്ടുകാരെ തോളിൽ ദയവ് ചെയ്ത് ചാരരുത്. നമ്മളെ വീട്ടിലെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും പറയാൻ നമ്മൾ ഹൃദയം തുറങ്ങുന്ന വേദനയോടുകൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എന്ന് പറയാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി പോയല്ലോ എന്നുള്ള ഒരു എന്താ പറയാ അതിനുള്ള വിഷമത്തോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇനി ആ പെണ്ണിന്റെ അമ്മ സംസാരിക്കുന്നത് അവർ കറക്റ്റ് കാര്യങ്ങൾ തുറന്നു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു സൈലന്റ് കില്ലറാന്നുള്ള രീതിയിലൊക്കെ അവർ കറക്റ്റ് നീതിയുടെ ന്യായത്തിന്റെ കൂടാണ് അവർ നിൽക്കുന്നത്. ഞാൻ ആ ഒരു വീഡിയോ വെക്കാം. അത് ഈ വട്ടത്തിനായിട്ടുണ്ട്. അതെല്ലാം കുട്ടിയുടെ മർമ്മത്തൊക്കെ ഇങ്ങനെ തൊലി തിരിഞ്ഞതായിട്ടും ബെർലിൻ്റെ അവിടെയൊക്കെ തൊലി അടർന്നിരിക്കുന്നതായിട്ടും കണ്ടു. ഞാനിങ്ങനെ ഒരിക്കൽ മാത്രമേ കുഞ്ഞിനെ നോക്കുള്ളൂ. എനിക്ക് പറ്റുന്നില്ല എൻ്റെ മോനെ കാണാനായിട്ട് അങ്ങനെ. കാരണം ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും കൊച്ചിൻ്റെ പുറത്ത് ഒരു മുറിവോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ 9:24 ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു, ഇങ്ങനെ കൊച്ചിന് സുഖമില്ലാണ്ടായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇതിന് മുന്നേ തന്നെ പിന്നെ കൊച്ചിൻ്റെ 2 കൈകളും ഒടിഞ്ഞ് 2 കൈകളിലും പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അത് അവൾ തന്നെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരുന്നു. അത് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. എന്നെ പറ്റിയെന്നാണ് പറഞ്ഞു. അത് പറഞ്ഞ കുട്ടിയുടെ കളിപ്പാട്ടത്തിൽ അത് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി കൊണ്ടുപോയപ്പോൾ സിറ്റ് ഔട്ട് ഇച്ചിരി പൊക്കത്തിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 3 കാരണം പറഞ്ഞ് കുട്ടി വീണു എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിയുടെ ദേഹത്ത് മുറിവുകളോ വേറെ ഒന്നും തന്നെ കണ്ടില്ല. അത് ഡിവൈസിന് അവിടെ നമ്മൾ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഞാൻ അവിടെ സ്റ്റേഷനിൽ SIയോട് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. പിന്നെ കാരണം കുട്ടി സാധാ വീണിരുന്നെങ്കിൽ ദേഹം ആ സകല മുറിയണമായിരുന്നു. പക്ഷേ ഇത് കുട്ടിയുടെ 2 കൈയും പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞാൻ SI സാറിന് കംപ്ലൈൻറ്റ് കൊടുത്ത് ഞാൻ കുട്ടിയെ ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ കംപ്ലൈൻറ്റിന് ഏകദേശം 5-ാം തീയതി പിന്നെ ഞങ്ങളെ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുമായിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ 4-ാം തീയതി വൈകിട്ട് യവൻ സൈലന്റ് കില്ലറാണ്. ഈ എന്തോ അക്ഷർ എന്ന് പറയുന്നത് അവൻ്റെ 2ാം ഭർത്താവ്. അപ്പോൾ സൈലന്റ് കില്ലറാണ്, എനിക്ക് ഉറപ്പാണ്. കാരണം അവൻ മാനസികമായിട്ടാണ് ടോർച്ചർ ചെയ്യുന്നത്, എല്ലാവരെയും മാനസികമായിട്ടാണ് ടോർച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞ് പേരിപ്പിച്ചിട്ട് DYSP സാറിന് കംപ്ലൈൻറ്റ് കൊടുപ്പിച്ച് മോളെ. എന്നിട്ട് 4-ാം തീയതി വൈകിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്നെ DYSP സാർ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു. അപ്പോൾ 5-ാം തീയതി ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് പിറ്റേ ദിവസം ലീവില്ല. അപ്പോൾ ഞാൻ ഇല്ല. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിൽ പോവുകയും അപ്പോൾ അവിടെ നിന്ന് ഒരു സാർ തന്നെ പറഞ്ഞു അവന് എന്തോ ഒരു ഉടായ്പുണ്ട്. കാരണം കൊച്ചിൻ്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ വേചേന അവിടെയും കൊച്ചിനെ ഞാൻ ചെല്ലണേന് മുന്നേ തന്നെ അവിടെ നിന്ന് മാറ്റി. കാരണം ഞാൻ കുട്ടിയെ കാണാൻ പാടില്ല. അത് അവൻ്റെ ഒരു
ഭർത്താവായിരുന്നു. ഇപ്പോഴും സംശയം ഉണ്ടല്ലേ ഇപ്പൊ ഈ മരണത്തിലും? കാരണം ഇതിന് മുന്നേ ഞാനൊരു കേസ് കൊടുത്തു. എവിടെ കുഞ്ഞിനെ ഏകദേശം 1 മാസത്തോളം വീട്ടിൽ നിർത്തിയിട്ട് പോയപ്പോൾ കുഞ്ഞിന് പനിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എവിടെ നിലവിൽ കുഞ്ഞിനെ കാണാനോ ഒരു ഫോൺ കോൾ പോലും വിളിച്ച് ചോദിച്ചിരുന്നു. നിങ്ങളുടെ മകള് കാരണം അവൻ ചെയ്യാൻ സമ്മതിക്കില്ല. അത് മറ്റൊരു തലത്തിൽ ബന്ധുക്കളോ ഞങ്ങളുടെ അവളുടെ സഹോദരങ്ങളെ പെറ്റമ്മയെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. നോക്കൂ, എനിക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ SI സാർ പറഞ്ഞതനുസരിച്ചിട്ട് അവർക്ക് അവരുടെ സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, സാർ വരണമെങ്കിൽ ഇന്നത്തെ ദിവസം വരണം, ഞാൻ വീട്ടിലോട്ട് സാധനം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു സന്ധ്യ അടുപ്പിച്ചപ്പോൾ ഇതിനേക്കാളും നല്ല മഴയുള്ള സമയത്ത് അവിടെ വീട്ടിൻ്റെ മേളിൽ വരികയും അതിൽ നിന്ന് പിന്നെ അവള് വേറെ 2 പയ്യന്മാർ, ഡാൻസ് ക്ലാസ്സിലെ ടീച്ചറിന്റെ മകനും വേറൊരു പയ്യനും കൂടി വീട്ടിൽ വരുന്നു. വന്ന് സാധനങ്ങളെല്ലാം പെറുക്കിക്കൊണ്ട് പോകുമായിരുന്നു. പെറുക്കൊണ്ട് പോയി ലാസ്റ്റ് ആയപ്പോൾ നമ്മുടെ വീടിൻ്റെ മേളിലുള്ളവരുടെ വീടിനടുത്ത് നിന്ന് ഈ അഷ്കാന്ന് പറഞ്ഞു ഞാൻ 5-6 ദിവസം ഇവനെ നോക്കും, പിന്നെ ഞാൻ പുഴുത്ത പട്ടിയെ പോലെ നോക്കും എന്നവ അവിടെ നിന്ന് റോഡിൽ പോയപ്പോഴും പബ്ലിക്കായിട്ട് പറഞ്ഞു. അത് ഞാൻ പിറ്റേ ദിവസമാണ് അറിയുന്നത്. അപ്പോൾ കുഞ്ഞിനെ അപായപ്പെടുത്താന്നുള്ള സംശയമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. 2 പേരും ഇതിന് പൂർണ്ണ ഉത്തരവാദികൾ തന്നെയാണ്. നിയമത്തിന്റെ മുന്നിൽ 2 പേരെയും അത് സത്യമായിട്ടുള്ളത് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ആ കുഞ്ഞിന്റെ അമ്മയുടെ അമ്മ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് എന്നുള്ള കൂടി നമുക്ക് ആലോചിക്കണം. കുഞ്ഞിന്റെ അച്ഛന്റെ അച്ഛൻ കൂടിയുണ്ട്, അതായത് ഈ സ്ത്രീ 3 മാസം ആ അമ്മയ്ക്ക് കൈയ്യടി കൊടുക്കണം ഉള്ള കാര്യം പറയാമല്ലോ അമ്മയ്ക്ക്. കാരണം അവരിത്രയും തെറ്റ് കണ്ടപ്പോൾ അവർ സാധാരണ ഉള്ളവരാണെങ്കിൽ അമ്മമാരെല്ലാം കൂടെ മക്കളെ ന്യായീകരിക്കാനേ നോക്കത്തുള്ളൂ. ഇവർ എത്ര നാളുകൊണ്ട് ഈ ഒരു കുഞ്ഞിനെ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. ഇന്നലെ കണ്ട ഒരുത്തിന് വേണ്ടിയാണല്ലോ ഈ പെണ്ണുങ്ങളൊക്കെ കാണിക്കുന്നത് കൂട്ടുന്നതെന്ന് ഓർക്കുമ്പോഴേ പുച്ഛം തോന്നുവാടേ ഇതൊക്കെ. ഞാൻ ഇതിന്റെ പറയായിരുന്നു ഈ കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് അഖിലിന്റെ അച്ഛനാണ് കേട്ടോ, അഖിലിന്റെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എന്നെ ആദ്യമായിട്ട് വിളിച്ചത് ഈ അഖില ഡാൻസ് ടീച്ചർ ആണ് എന്നെ വിളിച്ചത്. ഡാൻസ് ടീച്ചറിനെ വിളിച്ച് അവർ പാലക്കാട് നിൽക്കുകയാണ്. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും, മറ്റൊന്ന് വന്നിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ ശേഷം ആ സ്ത്രീ ഇതുവരെ എന്നെ വിളിക്കും. ഈ സ്ത്രീ സംഭവം നടന്നിട്ട് ഒരു ഫോൺ കോളിൽ പോലും എന്നെ വിളിച്ച് ചോദിക്കും ഇവിടെ പരിപാടി ചെയ്തിട്ടില്ല. അപ്പോ ഇവരെല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതെന്നാണോ വിചാരിക്കുന്നത്? എന്താണ് ഇതിന്റെ കരുതുന്നത്? അതെ, ഈ അസ്കറും ഈ ഡാൻസ് ടീച്ചറും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അവർ കുഞ്ഞിനെ ആദ്യം തരാമെന്ന് പറഞ്ഞിട്ട് ഇവനുമായിട്ട് ചേർന്ന് കുഞ്ഞിനെ തരാതിരിക്കാനുള്ള എല്ലാ രീതിയിലും ഇവർ ഇടപെട്ട് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. എടാ ആ കുഞ്ഞിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാന്ന് ഇവൻ പറയുകയും ചെയ്യുന്നുണ്ട്, കുഞ്ഞിനെ ദ്രോഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇവരുടെ ഇടയിൽ വിട്ടുകൊടുക്ക്. അത് ചെയ്യുന്നില്ല. അതാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന്. എന്ത് മനുഷ്യരാ? ഇനി വല്ലതും എന്താ പറയണ്ടേ? ഇനി അഥവാ ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വത്ത് ഇനി അവനും കൂടെ കൊടുക്കണം. ഇവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാലേ ഇനി അവനും സ്വത്ത് കൊടുക്കണമെന്ന് അങ്ങനെ വല്ല ചിന്തയാണോ ഈ നാറിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇവർക്ക് കറക്റ്റ് ഈ കുഞ്ഞു ഉപദ്രവിക്കപ്പെടുന്നതും ഈ സംഭവങ്ങളെല്ലാം ഈ ടീച്ചറിനറിയാം. ടീച്ചറിനെ വിളിച്ച് നമ്മൾ വിളിച്ചിട്ട് കൊണ്ടുവന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാം. ഈ കുഞ്ഞുമായിട്ട് ബന്ധപ്പെടാനോ മറ്റൊന്നും ഈ കുഞ്ഞിന്റെ അമ്മ നിങ്ങളെ അച്ഛന്റെ വീട്ടുകാരെ സമ്മതിച്ചിരുന്നില്ല, അല്ലെങ്കിൽ സമ്മതിച്ചിരുന്നില്ല. ഇവളെ ഈ കുഞ്ഞിന്റെ അമ്മയുടെ അമ്മ ഒരു കാരണവശാലും എന്റെ ഭാര്യ കാണിക്കില്ല എന്നൊരു വെല്ലുവിളി വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണിക്കാനുള്ള ഒരു ശ്രമം ഇതുവരെ നടത്തിയിട്ടില്ല. ഞങ്ങളിത് പല പ്രാവശ്യം ഇത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ഫോൺ നമ്പർ പോലും നമ്മളില്ല. ഇവർ വാടകയ്ക്ക് മാറി താമസിക്കുന്ന ഒരു കൂട്ടരായിരുന്നു. ഈ അഖിലെയും അസ്കറിനെയും കൂട്ടുപിടിച്ചത് തന്നെ ഈ അനു ടീച്ചറാണ്. അവരുടെ ട്രൂപ്പിൽ അങ്ങനെ ആ അവരുടെ ട്രൂപ്പിൽ എന്തായാലും കൊള്ളാം. അനി ടീച്ചർ ആയാലും ശരി. ഞാനൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് കണ്ടായിരുന്നു. ഈ പറയുന്ന അഖിലയുടെ ഒരു ഫ്രണ്ട് ഇട്ടൊരു കമൻറ്റാണ്. എന്താ ഇത്, എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ അഖിലയോട് 100 വട്ടം പറഞ്ഞതാണ് ഇവനായിട്ട് റിലേഷൻ ആവരുതാണ്, ഉടായ്പാണെന്നുള്ള രീതിയിൽ അയാളത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അഖിലും പോട്ടെ അക്സറിൻ്റെ ആദ്യത്തെ വൈഫിൻ്റെ സംസാരം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചതാണ്. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ സ്ത്രീനെ ഫാനി കെട്ടി തൂക്കാൻ നോക്കി, പുറം വഴി അടിച്ച്, പിന്നെ വിഷം കൊടുത്ത് അടിച്ച് കോലമാക്കി. ഇവരുടെ അവസ്ഥ എങ്ങനെ? അല്ല, കുഞ്ഞിനെ ചെയ്തവർ പിന്നെ ഇവരെ വെറുതെ വിടും. ഒന്ന് പേരും കൊണ്ട് താനെ പിടിച്ചിടിച്ച് എന്നെ അടിക്കും, വെള്ളത്തെ പിടിച്ച് പൊക്കി. അഷ്കർ എന്ന കൊടും ക്രിമിനലിന്റെ ക്രൂരതയാണ് ഈ കേട്ടത്. ഒരു ചിത്രം കൂടി കാണണം. 2022 പാലോട് സ്വദേശിയായ ആമിനയെ അഷ്കർ വിവാഹം കഴിക്കുമ്പോൾ ആമിനയുടെ രൂപം ഇതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആമിന. ഒന്നോർക്കണം, വിവാഹം നടക്കുമ്പോൾ ആമിനയ്ക്ക് വയസ്സ് 18, ഇപ്പോൾ 23. വിവാഹം കഴിഞ്ഞതിൽ അടുത്ത ദിവസം മുതൽ ഇവനെ കൊല്ലണം, തൂക്കിക്കൊല്ലണം. ഇടിക്കണം. ഇവനെ ഇടിച്ച് പരുവാക്കി കഴിഞ്ഞിട്ട് ഇവനെ തന്നെ തോന്നുന്നു എന്നെ കൊന്നാൽ മതി എന്നുള്ള ആ രീതിയിലാക്കണം. എന്തായാലും ദൈവം പൊറുക്കില്ല മക്കളെ. ഇതൊന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.